എത്ര മനോഹരമായാണ് ലാലേട്ട ഞങ്ങളുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയത്. എത്ര മനോഹരമായാണ് ഞങ്ങളുടെ പ്രണയസങ്കല്പങ്ങളെ അങ്ങ് പ്രചോദിപ്പിച്ചത്. എത്ര മനോഹരമായാണ് ലാലേട്ട ഞങ്ങളുടെ സ്നേഹവഴികളിൽ അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും അങ്ങ് ചേർത്ത് നിർത്തിയത്. എത്ര മനോഹരമായാണ് ലാലേട്ട ഞങ്ങളുടെ ചടുല മനസ്സുകളിലേക്ക് അങ്ങയുടെ ആക്ഷൻ രംഗങ്ങൾ ഇടിച്ചു കയറ്റിയത്. എത്ര മനോഹരമായാണ് ലാലേട്ട അങ്ങയുടെ അഭിനയ വഴികളിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത്. എത്ര മനോഹരമായാണ് അങ്ങയുടെ വായ്മൊഴികൾ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. 3 തലമുറകളിലൂടെ മലയാളികളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടന് ഇന്ന് 66 വയസ്സ്. മലയാളിയുടെ ജീവിത വഴികളിലെല്ലാം എന്നും ലാൽ സാന്നിധ്യമുണ്ട്. 80 വയസ്സുള്ള ആൾക്ക് മുതൽ സംസാരിച്ചു തുടങ്ങുന്ന കുഞ്ഞുമക്കൾക്ക് വരെ ആൾ ലാലേട്ടനാണ്. മലയാളിയെ എത്രത്തോളം സ്വാധീനിച്ച ഒരു കലാകാരനുണ്ടോ? ലാലേട്ടനെ കാണാതെ നമ്മൾ ഉറങ്ങാത്ത ദിവസമുണ്ടോ? പ്രായം ഒരു നമ്പർ മാത്രമെങ്കിൽ ലാലേട്ടൻ ചിത്രങ്ങൾ നമ്മളെ ഇനിയും വർഷങ്ങളോളം ആസ്വദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ദൃശ്യം പോലെ ഇനിയും ലാൽ ചിത്രങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ആദ്യം തലക്കെട്ടിൽ. നിയമസഭയിൽ MLA-മാർ സത്യപ്രതിജ്ഞ അക്ഷരമാലാക്രമത്തിൽ ആദ്യം VE അബ്ദുൽ ഗഫൂർ, അവസാനം സേവ്യർ ചിറ്റിലപ്പള്ളി. സ്ഥാനമേൽക്കുന്നത് പ്രോപ് ടൈം സ്പീക്കർ G സുധാകരനിൽ നിന്നാണ്. PM ശ്രീ പദ്ധതിയിൽ പരിശോധന. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും യൂണിഫോമും മുടങ്ങില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് ശരത് ലാലിന്റെ പിതാവ്. ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകും. ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. പാലിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ സമരമുഖത്തേക്ക് CPM. P രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം. എറണാകുളം റൂറൽ SP-യോട് റിപ്പോർട്ട് തേടി റേഞ്ച് IG. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിലെ ചുരുളഴിക്കാൻ പോലീസ്. മുഖ്യപ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിന്ധുവിനെ മുംബൈയിൽ നിന്ന് കേരളത്തിലെത്തിച്ചത് ഇന്നലെ. മലയാളത്തിന് നടന വിസ്മയത്തിന് ഇന്ന് പിറന്നാൾ. 66-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന ആരാധകർ. ദൃശ്യം തിയേറ്ററിൽ. സിനിമ കാണാൻ മോഹൻലാലും. നിയമസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് MLA-മാരുടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സഭാധ്യക്ഷൻ ഇന്ന് പ്രോടൈം സ്പീക്കർ കൂടിയായ G സുധാകരനാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നവാഗതരായ സഭാംഗങ്ങളടക്കം ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളും അവിടെ സന്നിഹിതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം VE അബ്ദുൽ ഗഫൂർ, മുസ്ലിം ലീഗിന്റെ MLA, കളമശ്ശേരിയിൽ P രാജീവിനെ പരാജയപ്പെടുത്തി. VE അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രണ്ടാം അംഗത്തിൽ കളമശ്ശേരിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. P രാജീവ് മുൻ മന്ത്രിയെ പരാജയപ്പെടുത്തി. എറണാകുളത്ത് നിന്ന് ലീഗിന്റെ പ്രതിനിധി. മന്ത്രി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് കൂടിയാണ്. പ്രോട്ടേം സ്പീക്കർ കൂടിയായ G സുധാകരന്റെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ. നിയമസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അബ്ദുല്ല എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പാറയ്ക്കൽ അബ്ദുള്ള ലീഗിൻ്റെ MLA ആണ്. അബ്ദുള്ള സത്യപ്രതിജ്ഞ അധികാരമേൽക്കുന്നു. ഇടയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നു. പക്ഷേ ടേം വ്യവസ്ഥയിൽ ഒരു പക്ഷേ അബ്ദുൽ ഗഫൂറിന് ശേഷം പാറയ്ക്കൽ അബ്ദുള്ള മന്ത്രിയായേക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു വ്യവസ്ഥ ഉണ്ട് എന്നും ലീഗ് വ്യക്തമാക്കിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും പാറയ്ക്കൽ അബ്ദുള്ള MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. രണ്ടാമത്തെ അഭിജിത്ത്. KM അഭിജിത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. KM അഭിജിത്ത് നിയമസഭയിലേക്ക് കന്നി പ്രവേശനമാണ്. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്ന് അഭിജിത്തിൻ്റെ വിജയം ഇത്തവണ തിളക്കമാർന്ന വിജയം നേടിയ അഭിജിത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. വളരെ വേഗത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അബ്ദുൽ ഗഫൂറാണ്. അതിനുശേഷം ഒരു നടപടിക്രമമുണ്ട്. നേരത്തെ പറഞ്ഞ അക്ഷരമാല ക്രമത്തിലാണ് അബ്ദുൽ ഗഫൂർ, പാറയ്ക്കൽ അബ്ദുള്ള, KM അഭിജിത്ത്, അടുത്തത് ആബിദ് ഹുസൈൻ തങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആബിദ് ഹുസൈൻ തങ്ങൾ ലീഗിൻ്റെ പ്രതിനിധി കൂടിയായ ആബിദ് ഹുസൈൻ തങ്ങൾ ലീഗിൻ്റെ 22 MLA-മാരിൽ ഒരാളാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആബിദ് ഹുസൈൻ തങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് MLA സ്ഥാനം ഏറ്റെടുത്തു. നേരത്തെ പറഞ്ഞപ്പോൾ ലീഗിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ഇനിയും വരുന്നത് അബിൻ വർക്കിയാണ്. അബിൻ വർക്കി ആറന്മുളയിൽ നിന്ന് വീണ ജോർജിനെ പരാജയപ്പെടുത്തി MLA ആയ കോൺഗ്രസിൻ്റെ പുതുമുഖ MLA കൂടിയാണ് അബിൻ വർക്കി. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയി ചുമതല വഹിച്ച അബിൻ വർക്കി ഇപ്പോൾ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് തൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. അബിൻ വർക്കി കോടിയാട്ട്. മൂന്നോ 4 വരികളിൽ മാത്രം ഒതുക്കിയാണ് സത്യപ്രതിജ്ഞ. അബിൻ വർക്കി കോടിയാട്ട് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിന് നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. C. അജയപ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് MLA സ്ഥാനം ഏറ്റെടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആൽഫബറ്റിക് ഓർഡറിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടാവുക. A അക്ഷരങ്ങളിൽ C. അജയപ്രസാദ് വരുന്നു. അതിനുശേഷം NK അക്ബർ വരും. പിന്നീട് മഞ്ഞളാംകുഴി അലിയിലെ അലിയുടെ A ആണ് എടുത്തിരിക്കുന്നത്. പിന്നീട് OS അംബിക, GR അനിൽ, AP അനിൽകുമാർ, അനൂപ് ആന്റണി, അൻവർ സാദത്ത്, അബു ജോൺ ജോസഫ്, അരുൺകുമാർ, ആര്യാടൻ ഷൗക്കത്ത്,
AK അഷ്റഫ്, TP അഷ്റഫ് അലി എന്നിവർ 18ഓളം MLA-മാർ ഈ ആൽഫബറ്റിക് ഓർഡറിൽ A വെച്ച് തുടങ്ങുന്ന 18 MLA-മാരുണ്ട്. ഈ 18 MLA-മാർ സത്യപ്രതിജ്ഞയാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ വന്നത് ശ്രീ C അജയപ്രസാദ്. അജയപ്രസാദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവമാണ് അജയപ്രസാദ് പ്രതിജ്ഞ ചെയ്ത് അധികാരം MLA സ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അജയപ്രസാദ് സത്യപ്രതിജ്ഞ 6ാമത്തെ ആൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപ് MLA-മാർ, നിയുക്ത MLA-മാർ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ജോയി അദ്ദേഹം പറഞ്ഞത് ദ റിയൽ മലപ്പുറം സ്റ്റോറിയാണ് തവനൂരിലെ തൻ്റെ വിജയമെന്നാണ് VS ജോയി ന്യൂസ് 8-നോട് പറഞ്ഞത്. വലിയ ആഘോഷത്തോടു കൂടിയാണ് VS ജോയി തൻ്റെ വിജയത്തെ കാണുകയും ചെയ്യുന്നത്. നിരയിലെ ശ്രദ്ധേയനായ MLA BS ജോയിയാണ് നമുക്കൊപ്പം ചേരുന്നത്. കേരളത്തിൽ സാധാരണ എല്ലായിടത്തും ഏത് പാർട്ടിയായാലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ജാതി മത പരിഗണനയൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു തരത്തിലും മത്സരിപ്പിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിലാണ് മത്സരിപ്പിച്ചത്. അവിടെ നിന്നാണ് ഈ വിജയം. എന്തു തോന്നുന്നു? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലെന്നല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ തന്നെ ഏറ്റവും തങ്കത്തിളക്കത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു വിജയമാണ് തവനൂരിലെ വിജയം. നമ്മുടെ നാടിൻ്റെ സാമൂഹികപരമായ പശ്ചാത്തലം, മതേതര പരിസരം അതിന് നേരെ തിരിച്ചു പിടിച്ചിട്ടുള്ളൊരു കണ്ണാടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ആ മതേതരത്വം ഇന്ന് വലിയ വെല്ലുവിളിയാൽ നേരിടുകയാണ്. കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ഏറ്റവും നന്നായി ഉൾക്കൊള്ളുന്നൊരു മണ്ണാണ് മലപ്പുറം. പക്ഷേ ആ മലപ്പുറത്തെ അപഹസിക്കാനും അപമാനിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേക്ക് സ്റ്റോറികളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു റിയൽ മലപ്പുറം സ്റ്റോറി അത് തവനൂരിലെ വിജയം തന്നെയാണ്. ജാതിമത ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്രീയപരമായി പ്രബുദ്ധമാണ് ആ നാട്ടിലെ ജനങ്ങൾ. മതജാതി ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നൊരു മണ്ണാണ്. മതേതരത്വത്തിൻ്റെ ഒരു പൂങ്കാവനമാണ് മലപ്പുറം. അത് നമ്മൾ ജനിച്ച് അവിടെ ജീവിക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആളുകൾ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണത്തിനുള്ള ഒരു വായടപ്പൻ മറുപടി കൂടിയാണ് മലപ്പുറത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ തവനൂർ നൽകിയിട്ടുള്ളത്. അത് എല്ലാ കാലത്തും ചരിത്രത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വിജയം. ജോയി യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു മാതൃകയായിരിക്കും. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല എല്ലാ പാർട്ടികളും പലയിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ അവരുടെ ജാതി ഏതാണ്, മതം ഏതാണ്, അവർക്ക് അവിടെ ഭൂരിപക്ഷം ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എത്ര വോട്ട് കിട്ടും, അങ്ങനെയൊക്കെ നോക്കിയാണ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും അത്തരം പല പരിഗണനകളും നിഷേധിച്ചാൽ പോലും കടന്നു വരുന്നുണ്ട് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കാലം മാറേണ്ടതല്ലേ? തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും നിലപാടും പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പക്ഷേ ജയിച്ച VS ജോയി ആണ് കിരൺ ബാബുവിനോട് സംസാരിച്ചത്. വലിയ വിജയം അവിടെ മലപ്പുറത്തെ റിയൽ സ്റ്റോറി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. നമുക്ക് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയുമ്പോൾ പല സ്ക്രിപ്റ്റ്സ് ചേർന്ന ഇത് ആ NSE Nifty 50 ആ 50 ഷെയർസിനെ അല്ലെങ്കിൽ ആ ഒരു 50 സ്ക്രിപ്റ്റ്സിനെ അതേപോലെ ട്രാക്ക് ചെയ്ത് അതേ പ്രൊപ്പോർഷനിൽ ഒരു ഫണ്ട് മാനേജർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഫണ്ട്സ് മാർക്കറ്റിൻ്റെ അതേ മൂവ്മെൻറ്റ്, ചെറിയ വേരിയേഷൻ ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസ് റേഷ്യോയിലോ ട്രാക്കിംഗ് എററിലോ സംഭവിക്കാവുന്ന വേരിയേഷനാണ്. അതർവൈസ് എന്താണോ മാർക്കറ്റ് റിട്ടേൺ അത് തന്നെ കിട്ടുന്ന വളരെ പാസീവായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക. പരാജിതരുടെ ഹീറോയാണ് കർണൻ. എങ്ങനെയോ VD സതീശന്റെയും ഇഷ്ടകഥാപാത്രമായി കർണൻ മാറി.
പദവികളും അധികാര സിംഹാസനങ്ങളുമായിരുന്നില്ല. അകറ്റി നിർത്തലുകളും അവഗണനയും നൽകിയ ഊർജ്ജമായിരുന്നു സതീശന്റെ മൂലധനം. തീർത്തും അർഹമായിരുന്നെങ്കിലും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അധ്യക്ഷ പദങ്ങൾ സതീശനിലേക്ക് എത്തിയില്ല. ഗോഡ്ഫാദറില്ലാതിരുന്ന യുവനേതാവിനെ ഗ്രൂപ്പ് മാനേജർമാർ വെട്ടിമാറ്റുകയായിരുന്നു. തുടക്കം ഐ ഗ്രൂപ്പിൽ. രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയനൊപ്പം സതീശനുമെത്തി 3-ാം ഗ്രൂപ്പിൽ. രാഷ്ട്രീയത്തിലെ നെല്ലും പതിരും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ മിടുക്കനായ ചാണക്യൻ K കരുണാകരൻ പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു, ഇവൻ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമാണ്. സതീശനെ തിരികെ ഐ ഗ്രൂപ്പിൽ എത്തിക്കാനായിരുന്നു ലീഡറുടെ ശ്രമം. വാഗ്ദാനം നൽകിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി. ഇതിലും വലിയ പദവി ലഭിച്ചാൽ ഞാൻ തിരികെ പോകണമോ എന്ന് ലീഡറുടെ ദൂതനോട് സതീശൻ ചോദിച്ചത്രേ. സ്വതസിദ്ധമായ ചിരിയായിരുന്നു ലീഡറുടെ മറുപടി. ഗ്രൂപ്പ് കളികളിലും അവഗണനയിലും മനമെടുത്ത് ഒരിക്കൽ സജീവ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചതായിരുന്നു VD സതീശൻ. ഹൈക്കോടതിയിൽ മുഴുവൻ സമയ അഭിഭാഷകനായി തിരികെ വന്നത് AK ആന്റണിയുടെ നിർബന്ധപ്രകാരം. ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ 96-ൽ പോരാടി വീണു. 2001-ൽ ജയം. പിന്നീടുള്ളത് ചരിത്രം. സ്കൂൾ കാലം മുതൽ മികച്ച പ്രസംഗകനായിരുന്നു സതീശൻ. നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിന്റെ ശബ്ദമായി മാറി. 2006-ലെ VS സർക്കാരിന്റെ കാലത്ത് സഭയിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ. സർക്കാരിനെതിരെയുള്ള നിർണായക നീക്കങ്ങളിൽ ഉമ്മൻചാണ്ടി മുന്നിൽ നിർത്തിയത് സതീശനെ. വ്യാജ ലോട്ടറി മാഫിയക്കെതിരെയുള്ള പോരാട്ടവും ധനമന്ത്രി തോമസ് ഐസക്കുമായുള്ള സംവാദവുമൊക്കെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ. എന്നിട്ടും 2011-ൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടു. 2-ാം നിരയിൽ നിന്ന് നിയമസഭയിലെ പിൻനിരയിലേക്ക് തള്ളപ്പെട്ട നാളുകൾ. വെറുതെ ഇരുന്നില്ല സതീശൻ. ഹരിത ഗ്രൂപ്പ് എന്ന പേരിൽ ഭരണപക്ഷത്തെ പ്രതിപക്ഷ ശബ്ദമായി മാറി സതീശൻ. പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരുന്നു തുടക്കം മുതൽ സതീശന്റെ പ്രത്യേകത. നിയമസഭാ നടപടികളിലും തികഞ്ഞ അവഗാഹം. തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ കോൺഗ്രസ് നിയമസഭാ കക്ഷിയെ നയിക്കാനാണ് 2021-ൽ സതീശനെത്തിയത്. സഭയ്ക്കകത്തും പുറത്തും പുതിയ ഉണർവിലേക്ക് കോൺഗ്രസ് മാറി. സതീശന്റെ നാവിന്റെ മൂർച്ച പിണറായി സർക്കാരിനെ നോവിച്ചു. സാർ, ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒറിജിനൽ സ്വർണം മൂടിയ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ്. സാർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നുള്ളൊരു ഫൈൻഡിംഗ് ഉണ്ടായിരിക്കുന്നു. കൃത്യമായ ആസൂത്രണം, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഗൃഹപാഠം, ജനമനമറിഞ്ഞുള്ള വാഗ്ദാനങ്ങൾ, തികഞ്ഞ ആത്മവിശ്വാസം. പ്രൊഫഷണൽ സമീപനത്തോടെയായിരുന്നു ഇത്തവണ UDFന്റെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ. ആരും കാണാത്ത വിജയം മനസ്സിലുറപ്പിച്ചാണ് സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒടുവിൽ ചരിത്ര വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തി. പട നയിച്ചവൻ നാടുഭരിക്കട്ടെ എന്ന് അണികളെ കൊണ്ട് മാത്രമല്ല പൊതുസമൂഹത്തെ കൊണ്ടുകൂടി പറയിപ്പിച്ചാണ് VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നത്. നമുക്കിനി മറ്റ് വാർത്തകൾ, അന്തർദേശീയ തലത്തിലുള്ള വാർത്തകളിലേക്കൊന്ന് പോകണം. വെനസ്വേലയിൽ അമേരിക്ക സംഭവിപ്പിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. വെനസ്വേലയിൽ വലിയ അട്ടിമറി നടത്തുന്നു, ഭരണകൂടത്തെ പുറത്താക്കുന്നു, അവിടുത്തെ പ്രസിഡന്റിനെ നേരെ പിടിച്ച് അമേരിക്കയിൽ കൊണ്ടുവന്നു, വിചാരണ നേരിടിയിരിക്കുന്നു. ക്യൂബയിൽ സമാനമായ ഭരണകൂട അട്ടിമറിക്ക് അമേരിക്ക തയ്യാറെടുക്കുകയാണോ? വെനസ്വേലൻ മോഡൽ അമേരിക്ക ക്യൂബയിലും ആവർത്തിക്കുകയാണോ? ക്യൂബയിലെ സോഷ്യലിസ്റ്റ് സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണോ അമേരിക്ക? ട്രംപിന്റെ ഭരണകൂടം നിർണായകമായി നീക്കം നടത്തുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ഒരു പ്രധാനപ്പെട്ട കേസിൽ അവിടുത്തെ ക്യൂബയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ റൗൾ കാസ്ട്രോയ്ക്കെതിരെ 94 വയസ്സുണ്ട് റൗൾ കാസ്ട്രോയ്ക്ക് എന്ന് ഓർക്കണം. US ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ഔദ്യോഗികമായി കുറ്റം ചുമത്തുകയാണ്. കൊലപാതകവും വിമാനം തകർക്കലുമായി ബന്ധപ്പെട്ട കുറ്റമാണ് ഇത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപ് ക്യൂബയെ ആക്രമിക്കുമെന്നും ക്യൂബയെ തകർക്കുമെന്നും വലിയ മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലമുണ്ട്. അതിലൂടെ തുടക്കമാണോ റൗൾ കാസ്ട്രോയ്ക്കെതിരെയുള്ള ഈ നീക്കം എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. റൗൾ കാസ്ട്രോ കീഴടങ്ങണം എന്നാണ് ഇപ്പോൾ US ആവശ്യപ്പെട്ടിരിക്കുന്നത്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, US-ന്റെ പുതിയ തന്ത്രമാണോ ഇത്? വെനസ്വേലൻ മോഡൽ ക്യൂബയിലും ആവർത്തിക്കാൻ ഒരുങ്ങുകയാണോ US? രഞ്ജിത്ത്, പശ്ചിമേഷ്യൻ സംഘർഷം ഒരു വശത്ത് നിൽക്കുന്നു. അതിൻ്റെ ആശങ്ക ലോകം മുഴുവനുണ്ട്. അതിനു മുൻപ് തന്നെയാണ് വെനസ്വേലയിൽ അങ്ങനെ ഒരു അട്ടിമറി നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മഡുറോയെ പിടികൂടുകയും പൂർണ്ണമായി വെനസ്വേല അമേരിക്കയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഭാഗമാക്കി വെനസ്വേലയെ മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് ചൈനയുമായി അമേരിക്ക കൂടുതലെടുത്തത്. അവിടെ തായ്വാന് ഇതുവരെ അമേരിക്ക വലിയ സഹായം ചെയ്തിരുന്നു. പക്ഷേ വലിയ വലിയ വ്യാപാര കരാറിലേക്ക് ചൈനയുമായി ചേരുന്നു. അവിടെ ഈ തായ്വാന് മേലുള്ള അമേരിക്കയുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അവരുടെ
ഒരു സഹായം അതില്ലാതാകുമോ എന്ന ആശങ്ക, ചൈനയ്ക്ക് തങ്ങളെ ഒറ്റുകൊടുക്കുമോ എന്ന് പോലും തായ്വാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിനിടയിലാണ് ഇപ്പോൾ ക്യൂബയിലേക്ക് അമേരിക്കയുടെ കടന്നുകയറ്റമുണ്ടാകും, അവിടെ ഒരു അട്ടിമറിക്ക് ഭരണപരമായ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ക്യൂബയിലും ഈ വെനസ്വേലൻ മോഡൽ പരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ നീക്കം നടക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. 96-ൽ US-ലെ മനാമി ആസ്ഥാനമായുള്ള പ്രവാസികളുടെ സിവിലിയൻ വിമാനങ്ങൾ വെടിവെച്ചിട്ട സംഭവത്തിലാണ് ക്യൂബയുടെ മുൻ പ്രസിഡന്റിനെതിരെ ഇപ്പോൾ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിരിക്കുന്നത്. റൗൾ കാസ്ട്രോയ്ക്കെതിരെ US ഫെഡറൽ പ്രോസിക്യൂട്ടർമാരാണ് ഇത്തരത്തിൽ ഈ ഒരു കുറ്റം ചുമത്തൽ നടത്തിയിരിക്കുന്നത്. കൊലപാതകം, വിമാനം തകർക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 94 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ സഹോദരനും ക്യൂബൻ വിപ്ലവ നായകനുമായ ഫിഡൽ കാസ്ട്രോയുടെ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു റൗൾ. US-ലെ മയാമിയിൽ വിമാനം വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഈ ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോസ് ബ്ലാഞ്ചും മറ്റ് ഉന്നത നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. ക്യൂബൻ വിപ്ലവ സംഘടനയായ ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ എന്ന സംഘത്തിലെ 2 ചെറിയ വിമാനങ്ങളാണ് അന്ന് ക്യൂബൻ സംഘം വെടിവെച്ചിട്ടത്. റൗൾ കാസ്ട്രോയെ US-ൽ എത്തിച്ച് വിചാരണ നേരിടാൻ അധികൃതർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിൽ ഒരുപക്ഷേ റൗൾ സ്വമേധയാ കീഴടങ്ങും, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടികൂടും എന്ന സൂചനയാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെനസ്വേലയുടെ മുകളിൽ ഒരു അധീശത്വം സ്ഥാപിച്ച ശേഷം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടത് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വാങ്ങണം, റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഒഴിവാക്കണം എന്ന കാര്യമാണ്. അങ്ങനെ ഇന്ത്യ തുടർന്നും വാങ്ങിയപ്പോഴാണ് ഈ തീരുവ യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അവിടെ അമേരിക്ക പറയുന്നത് ഉക്രൈനുമായുള്ള യുദ്ധത്തിന് വേണ്ടി റഷ്യ ഉപയോഗിക്കുന്നത് ഇങ്ങനെ എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങുമ്പോൾ അവർ കൂടുതലായി സാമ്പത്തികമായി ശക്തരാകുന്നു എന്നതാണ്. പക്ഷേ അതല്ല കാര്യം. അമേരിക്കയെ ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോൾ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടാൻ പാകത്തിലുള്ള രാജ്യങ്ങളിലൊന്ന് റഷ്യയാണ്. മാത്രമല്ല ഇറാന് വലിയ തോതിൽ ആയുധ സഹായവും മറ്റ് സഹായങ്ങളും സാങ്കേതിക സഹായം അടക്കമുള്ളവ റഷ്യയിൽ നിന്ന് നൽകുന്നുണ്ട്. ഈ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെ നടക്കുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ റഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത്. അതിനൊരു ഉപാധിയാക്കി ഉക്രൈനെ കൂടി മാറ്റി എന്നത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. മാത്രമല്ല റഷ്യയുടെ അടുത്ത സുഹൃത്തായ ചൈനയുമായും ഒരു സഖ്യത്തിലേക്ക് അമേരിക്ക പോകുന്നു. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ ക്യൂബ കൂടി കൈയടക്കാനുള്ള ട്രംപിൻ്റെ നീക്കം. അതിനുവേണ്ടിയുള്ള നടപടികൾ 96-ൽ നടന്ന സംഭവത്തിൻ്റെ പേരിൽ സിവിലിയൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ റൗളിനെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടാനുള്ള നീക്കങ്ങൾ. പക്ഷേ തീർച്ചയായും വലിയ ആശങ്കയിൽ ക്യൂബ ഉണ്ടാകുന്നു. കാരണം അമേരിക്കയുടെ ഇടപെടൽ ഏത് തരത്തിലും ഉണ്ടാകാം. നേരത്തെ അമേരിക്ക സമാനമായി തന്നെയാണ് വെനസ്വേലയിലും ഇടപെട്ടത്. അവിടുത്തെ മഡ്യൂറോയെ പിടിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യുന്ന കാഴ്ചയൊക്കെ ഞെട്ടലോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെട്ടത്. അത് ക്യൂബയിൽ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വീണ്ടും സങ്കീർണമാവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരം വാക്പോരിൽ വീണ്ടും ഏർപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനെതിരെ തങ്ങളാണ് മേധാവിത്വം നേടിയിരിക്കുന്നതെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകളാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനമായി വരുന്നത്. മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇറാൻ കീഴടങ്ങുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നതെന്നും പുനരാരംഭിക്കാൻ അവർ അവസരം തേടുകയാണ് സൈനിക നടപടികൾ എന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറും മുഹമ്മദ് ബാഗർ ഗാലിബാഹ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ അത് നടക്കില്ല എന്നാണ് വീണ്ടും പറയുന്നത്. വീണ്ടും ആക്രമിക്കാൻ മുതിർന്നാൽ ശത്രുവിന് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് സ്പീക്കർ കൂട്ടിച്ചേർക്കുകയാണ്. ഭീഷണിപ്പെടുത്തി ഇറാനെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കാവുന്നത് വെറും മിഥ്യാധാരണയാണെന്ന് അവിടുത്തെ സൈന്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമായി വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, ഇറാനെ ആക്രമിച്ചാൽ യുദ്ധം മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കും പടരുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുകയാണ്. വിനോദ്, വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങുകയാണോ? വെടിനിർത്തൽ താൽക്കാലികമാണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അത് കേവലം UAE-യുടെയും സൗദിയുടെയും അഭ്യർത്ഥന കൊണ്ട് മാത്രമാണ്. തങ്ങൾ ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ യുദ്ധത്തിനുള്ള വീണ്ടും ഒരുക്കങ്ങൾ കൂട്ടുകയാണോ, കോപ്പ് കൂട്ടുകയാണോ അമേരിക്ക? രഞ്ജിത്ത്, അങ്ങനെ തന്നെ വേണം കരുതാൻ. ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് കരയുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും ഇതിൻ്റെ ഒരു മുൻകരുതൽ എന്ന വിധം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായത്. ഈ എണ്ണ ഉപഭോഗം ഉൾപ്പെടെ കുറച്ചുകൊണ്ട് അതിൽ വലിയ കുറവ് വരുത്തണം, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കണം എന്നൊക്കെയുള്ള പ്രഖ്യാപനം വന്നിരുന്നു. ഇന്ന് അടിയന്തര ക്യാബിനറ്റ് ചേരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് തുടർന്ന് വരാം. പക്ഷേ ലോകരാജ്യങ്ങൾ ആശങ്കയോടെ കാണുന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കൻ സേന ഇപ്പോഴും
പിന്മാറിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പലുകൾ തുടരുകയാണ്, അതിന് സമീപത്ത് തുടരുകയാണ്. അമേരിക്കയുടെ കൂടുതൽ സേന വിഭാഗങ്ങൾ അല്ലെങ്കിൽ സൈനികർ നേരത്തെ തന്നെ ഈ അവരുടെ മറ്റ് രാജ്യങ്ങളിൽ, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് രാജ്യങ്ങളിൽ അവർക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള ആ ഇടങ്ങളിലേക്ക്, അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് എത്തിയ സൈനികർ അവിടെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്മാറ്റം എന്നത് ഒരു കാരണവശാലും മുഖവിലക്കെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇറാൻ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്കയും, അല്ലെങ്കിൽ അവർ അതിനെ നേരിടാൻ ഇപ്പോൾ ചെയ്യുന്ന തയ്യാറെടുപ്പുകളും. ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, അമേരിക്ക ഈ സമയമെടുക്കുന്നത് തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. അത് ഒരു പരിധിവരെ ശരിയുമായിരിക്കണം രഞ്ജിത്ത്. കാരണം അമേരിക്കയുടെ ഈ സൈനിക ശേഷിയിൽ അവർക്ക് വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവരുടെ വിമാനങ്ങൾ തകർന്നു വീഴുകയും നിരവധി യുദ്ധോപകരണങ്ങൾ കേടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യം, അത് ട്രംപ് തന്നെ സമ്മതിച്ച കാര്യമാണ്. അവരുടെ വിവിധ ആയുധങ്ങൾ, അതായത് A-10 തണ്ടർബോൾട്ട്, അത്തരം കാര്യങ്ങൾ, KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ, F-35 വിമാനങ്ങൾ, ഇതൊക്കെ തന്നെ പലതും തകർന്നു വീഴുകയും തകരാറിലാവുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. AQ-9 റിപ്പർ ഡ്രോണുകൾ 24 എണ്ണം, അതിൽ നാശനഷ്ടം സംഭവിച്ചു. F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ 4 ഫൈറ്റർ ജെറ്റുകൾ, അത് തകർന്നു വീഴുന്ന സാഹചര്യം. ഇങ്ങനെ അവർക്ക് ആയുധം വലിയ തോതിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നഷ്ടം തന്നെ ഇപ്പോൾ 3 ലക്ഷം കോടി കടന്നു എന്നാണ്. അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രതിഷേധം അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് തന്നെ ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക ചെന്ന് വീഴുന്നു എന്നതാണ്. അവിടെയാണ് ഈ യുദ്ധോപകരണങ്ങൾ വീണ്ടും സമാഹരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ സൈന്യത്തെ ഒന്നുകൂടി സജ്ജമാക്കുകയോ ചെയ്തുകൊണ്ട് കൂടുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇറാൻ്റെ ശേഷി അമേരിക്ക വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഒരുപക്ഷെ ആഴ്ചകൾ കൊണ്ട് തീരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ച് തുടങ്ങിയ യുദ്ധമാണ്. അത് മാസങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോഴും ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല റഷ്യയുടെ വലിയ സഹായം ഇപ്പോഴും ഇറാനുണ്ട്. മാത്രമല്ല സമ്പുഷ്ടീകരിച്ച 40% സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാകുന്നുമില്ല. ഭൂഖണ്ഡാന്തര മിസൈലുകൾ അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളിലേക്ക് നിരവധി തവണ പോയി. ഇസ്രായേലിൽ വലിയ നാശനഷ്ടം വരുത്താൻ ഇറാന് കഴിഞ്ഞു എന്നതൊക്കെ കൂട്ടി വായിക്കണം. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനിലേക്ക് ആക്രമണമുണ്ടായി. ഏതാണ്ട് 29 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. 3 കുട്ടികളടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് വിനോദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ പാകിസ്ഥാൻ വീണ്ടും ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസീൻ നഖ്വി ഇന്നലെ ടെഹ്റാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെഹ്റാനിലെത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ 2ാം തവണയാണ് അദ്ദേഹം ഇറാനിലെത്തുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന കഴിഞ്ഞ മാസത്തെ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയാണ് ഈ അടിയന്തര യാത്ര എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സജീവമായ ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചില ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് കൈമാറിയത് പാകിസ്ഥാൻ വഴിയായിരുന്നു. സമാനമായ ചില ശ്രമങ്ങൾ വീണ്ടും നടക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ട്രംപും ഇറാനും തമ്മിൽ പരസ്പരം വാക്പോരുകളുണ്ട്. ഇതിനിടയിലാണ് ടെഹ്റാനിലെത്തി ഇത്തരം ചർച്ചകൾക്ക് പാകിസ്ഥാൻ മുൻകൈയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം മറ്റൊരു വാർത്ത, കഴിഞ്ഞ ദിവസമാണ് UAEക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഈ മിസൈലുകളും ഡ്രോണുകളും മറ്റും UAE തടുക്കുകയും ചെയ്തത്. ബറാക്ക ആണവോർജ്ജ നിലയം എന്ന UAEയുടെ വളരെ പ്രധാനപ്പെട്ട അബുദാബിയിലെ ആണവോർജ്ജ നിലയത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത് ഇറാഖ് മണ്ണിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നിപ്പോൾ UAE കണ്ടെത്തിയിരിക്കുന്നു. ഇതിനെ വഞ്ചനാപരമായ ഭീകരാക്രമണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ശക്തമായ ഭാഷയിൽ UAE ഇതിനെ അപലപിക്കുകയാണ്. അബുദാബിയിലെ ബറാക്ക ആണവോർജ്ജ നിലയത്തിന് നേരെ ഈ ആഴ്ച ആദ്യമാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അന്വേഷണത്തിൽ ഇത് ഇറാഖിൽ നിന്നാണെന്ന് കണ്ടെത്തുന്ന പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. തങ്ങളുടെ രാജ്യത്തു നിന്നും പുറപ്പെടുന്ന ഇത്തരം ശത്രുതാപരമായ എല്ലാ നടപടികളും യാതൊരു നിബന്ധനയോ കാലതാമസവും ഇല്ലാതെ തടയാൻ ഇറാഖ് സർക്കാർ ഇടപെടണമെന്നാണ് ഇപ്പോൾ UAE ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഒരു ജനറേറ്ററിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും തീപിടുത്തം ഉണ്ടാവുകയും മറ്റും ചെയ്തിരുന്നു. 2 എണ്ണം പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തപ്പോൾ 3ാമത്തതാണ് ജനറേറ്ററിൽ പതിക്കുകയും ഈ ആണവ നിലയത്തിന് വലിയ തോതിൽ ബാധിക്കുകയും മറ്റും ചെയ്തത്. ഇത് വലിയ തോതിൽ അപലപിക്കുന്നു. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടരുത് എന്നാവശ്യപ്പെടുന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ സുപ്രധാന ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ക്രൂരമായ ഭീകരാക്രമണങ്ങളെ തള്ളിക്കളയുന്നു എന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. മറ്റു വാർത്ത, കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഒരു കൂട്ടം വ്യവസായികളും ചൈനയിലെത്തുകയും സന്ദർശനം നടത്തുകയും മറ്റും ചെയ്തത്.
ആ സന്ദർശനത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് നത്തിങ് എന്നാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ട്രംപും സംഘവും ചൈന സന്ദർശിച്ച് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ പ്രമുഖ US ടെക് കമ്പനിക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ചൈന. അമേരിക്കൻ ടെക് ഭീമനായ NVIDIA ഒരു പ്രത്യേക ഗ്രാഫിക്സ് ചിപ്പുകൾക്ക് ചൈന നിരോധനം ഏർപ്പെടുത്തുകയും ഒപ്പം കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. NVIDIA ഏറ്റവും മികച്ചതെന്ന് അവകാശപ്പെടുന്ന RTX 5090 GPUയുടെ കയറ്റുമതി പതിപ്പായ RTX 5090 DV2 ഗ്രാഫിക്സ് കാർഡ് ബെയ്ജിങ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ട്രംപിൻ്റെ പ്രതിനിധി സംഘത്തോടൊപ്പം NVIDIA CEO ജെൻവാൻ ഹുവാങ്ങും ചൈന സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ചിപ്പ് നിരോധനവും കരിമ്പട്ടികയിൽ പെടുത്തലും എന്നതാണ് ശ്രദ്ധേയം. കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ പാലിക്കാൻ NVIDIA പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചിപ്പിനെയാണ് ചൈന കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നത് പ്രധാനമാണ്. ചൈനയിലെ ചെറുപ്പക്കാർ നടത്തുന്ന വീഡിയോ ഗെയിമിങ്ങുകളിലുമൊക്കെ പ്രാധാന്യമുള്ള ഒരു AI ചിപ്പ് സംവിധാനമായിരുന്നു ഇത്. ഇതിനിടയിലാണ് ഈ നിരോധനം എന്നുള്ളത് അമേരിക്ക ഞെട്ടലോടെയാണ് കണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പനിയുടെ മേധാവി അടക്കം ചൈനയിൽ എത്തുകയും പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇറാനെ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അതിപ്പോഴും തുടരുന്നു എന്നാണ് അവകാശവാദം. ഇതിൽ US-ന് വൻ നാശനഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ട് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ കുറഞ്ഞത് 42 വ്യോമയാനങ്ങൾ US-ന് നഷ്ടപ്പെടുകയോ തകരുകയോ ചെയ്തുവെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ റിസർച്ച് സർവീസ് പുറത്തുവിട്ട ഔദ്യോഗിക റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. തകർന്ന വിമാനങ്ങളുടെ യഥാർത്ഥ എണ്ണം ഇതിലും വർദ്ധിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മനുഷ്യരെപ്പോൾ ജോലി ചെയ്യുന്ന നിരവധി സംവിധാനങ്ങൾ AI സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, നേരത്തെ തന്നെ അമേരിക്കയിൽ വലിയ ആശങ്കയും എതിർപ്പുകളും യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് അമേരിക്ക സംഭവിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ ബാധിക്കത്തക്ക വിധത്തിൽ ഇപ്പോൾ വില കൂടിയ യുദ്ധവിമാനങ്ങൾ കൂടി നഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ അമേരിക്കയിൽ ട്രംപിനെതിരെയുള്ള രോഷം അതികഠിനമാകും, സംശയമില്ല. രഞ്ജിത്ത്, തീർച്ചയായും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ അങ്ങനെ എതിർപ്പുകൾ ഉയർന്നു വരുന്നു. ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് അതിശക്തമാണ്. അമേരിക്കയിലെ ജനവിഭാഗം, പൊതുജനങ്ങൾ വലിയ തോതിൽ ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക ചാടിപ്പുറപ്പെടുമ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നതെന്ന ചോദ്യമാണ് പൊതുവിൽ അമേരിക്കൻ ജനത ചോദിക്കുന്നത്. തീവ്രവാദമുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തുക, അതിനപ്പുറത്തേക്ക് വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് പോയി മറ്റ് കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി വലിയ ചിലവ്, വലിയ സാമ്പത്തിക ബാധ്യത രാജ്യത്തിന് വരുത്തുന്നത് എന്തിന് എന്ന് ചോദിക്കുന്ന വലിയൊരു ജനവിഭാഗം അമേരിക്കയിലുണ്ട്. മാത്രമല്ല അമേരിക്കൻ സർക്കാർ ഒരു ഹിതപരിശോധനയിലേക്ക് പോവുകയാണ്. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിതി പന്തിയല്ല. പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഒരു പരിധിക്കപ്പുറം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. പക്ഷേ അവിടെയാണ് വളരെ തന്ത്രപരമായ ഈ വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം വരുന്നത്. അതിനുശേഷം വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അത്തരം നിയമങ്ങളെ മറികടന്ന് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് കഴിയും എന്ന് തന്നെയാണ്. മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു തമാശ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ട്രംപ് പറഞ്ഞത് ഇസ്രായേലിൽ തനിക്ക് 99% ജനപിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ഇസ്രായേലിൽ പോയി മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു, അവിടെ പ്രധാനമന്ത്രിയാകാൻ താൻ മത്സരിക്കാൻ പോവുകയാണ് എന്നൊരു കാര്യം ട്രംപ് പറയുകയാണ്. ഒരുപക്ഷെ ഒരല്പം തമാശ കലർത്തിയാണെങ്കിൽ പോലും അവിടെ നിന്ന് കിട്ടുന്ന ജനപിന്തുണ ഒരു ഹരമായി ട്രംപ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു, യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. അത് കിട്ടാതെ വരുമ്പോൾ UN-നെ കടന്നാക്രമിക്കുന്നു, അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ട്രംപ് നിർത്തലാക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ വല്ലാത്ത ഒരു ബാലിശമായ ചിന്താഗതികളും അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളുടെ മനസ്സുമായി നടക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റാണോ ട്രംപ് എന്ന് നമുക്ക് സംശയിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഈ യുദ്ധം അമേരിക്കയ്ക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. 3 ലക്ഷം കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ ഈ യുദ്ധം വഴി വന്നിട്ടുള്ളത്. ഈ തകർന്ന വ്യോമയാനങ്ങളുടെ പട്ടിക തന്നെ പുറത്തു വന്നിട്ടുണ്ട്. MQ-9 റീപ്പർ ഡ്രോണുകൾ 24 എണ്ണം. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് ഈ ഡ്രോൺ വ്യൂഹമാണ്. F-15E സ്ട്രൈക്കർ ഈഗിൾ 4 ഫൈറ്റർ ജെറ്റുകളാണിവ. ഇത് തകർന്നു വീഴുന്നു. F-35I ലൈറ്റ്നിങ് അത് ഒരെണ്ണം US-ൻ്റെ ഏറ്റവും അത്യാധുനിക സ്റ്റെൽത്ത് വിമാനമാണ്. അത് ഈ യുദ്ധത്തിൽ തകർന്നു വീഴുന്നു. KC-135 സ്ട്രാറ്റോ ടാങ്കർ 7 എണ്ണമാണ്. അങ്ങനെയുള്ള
ഉപകരണങ്ങൾ 7 എണ്ണം, അത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളാണ്. അങ്ങനെയുള്ള വിമാനങ്ങൾ 7 എണ്ണമാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്. തീർച്ചയായും അങ്ങനെ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിക്കുന്നു. 42ഓളം വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്കുണ്ടായ തിരിച്ചടി ചെറുതല്ല. യഥാർത്ഥ എണ്ണം ഇതിലും ഉയർന്നേക്കാമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അമേരിക്ക കണ്ണീരായി മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ട്രംപിന്റെ അസാധാരണമായ ഒരു പ്രതികരണമാണ്. തനിക്ക് ഇസ്രായേലിൽ 99% ജനപ്രീതി ഉണ്ടെന്നും അപ്പോൾ തനിക്ക് തൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് കാലാവധിക്ക് ശേഷം അവിടെ വേണമെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നുമാണ് US പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ കിറുക്കൻ പ്രതികരണം. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഈ അസാധാരണമായ വാക്കുകൾ വന്നത്. എനിക്ക് അവിടെ പിന്തുണയുണ്ട്. ഇന്ന് രാവിലെ ലഭിച്ച ഒരു സർവേ ഫലത്തിലും ഇതാണ് വ്യക്തമാകുന്നത്. അതിനാൽ US പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഇസ്രായേലിലേക്ക് പോയി അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ പ്രശംസിച്ച ട്രംപ് അദ്ദേഹം താൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അതായത് വേണമെങ്കിൽ ബെന്യാമിൻ നെതന്യാഹു മാറിയിട്ട് തന്നെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആക്കാം എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. എന്നാൽ അർഹമായ പരിഗണന ഇസ്രായേൽ നെതന്യാഹുവിന് കിട്ടുന്നില്ല എന്നുള്ള പരാതി കൂടി ട്രംപിനുണ്ട്. ഏതായാലും ഇത് അസാധാരണമായ പ്രതികരണമാണ്. ഇസ്രായേലിൽ താൻ പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ പറയുമ്പോൾ അമേരിക്കൻ ജനത അതിനെ എങ്ങനെ കാണും? അല്ലെങ്കിൽ തന്നെ അഭിമാനത്തിൻ്റെ പരകോടിയിലുള്ള ഒരു ജനവിഭാഗമാണ് അമേരിക്കയിൽ. അവർ ഇത്തരത്തിൽ തങ്ങളുടെ പ്രസിഡന്റ് പറയുമ്പോൾ അതിനെ എങ്ങനെ കാണും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഇന്ത്യയും ഇറ്റലിയും ചൊവ്വാഴ്ച തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു. വ്യാപാരം, വാണിജ്യം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഇത്. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ചൊവ്വാഴ്ച മോദി ഇറ്റലിയിലെത്തിയത്. ഇന്നിപ്പോൾ സന്ദർശനം കഴിഞ്ഞ് മോദി മടങ്ങിയെത്തിയിട്ടുണ്ട്. സെർജിയോ മത്രഗലോയ മോദി സന്ദർശിച്ചിരുന്നു. വ്യാപാരം, നിക്ഷേപം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഇറ്റലി ബന്ധത്തെക്കുറിച്ചും AI, ധാതുക്കൾ, ബഹിരാകാശം, ആണവോർജ്ജം എന്നീ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 2029 ഏതാണ്ട് 2.3 ലക്ഷം കോടി രൂപയുടെ ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാകും ഇറ്റലിയിൽ ജനുവരിയിലെ കണക്കനുസരിച്ച് 1,86,833 ഇന്ത്യക്കാരുണ്ട്. അതിൽ 55,100ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ക്ഷേമകരമായ കാര്യങ്ങളാണ് മോദിയുടെ സന്ദർശനത്തിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൗതുകകരമായ ഒരു വീഡിയോ, അത് രസകരമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. അതും സാക്ഷാൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ. കടയിൽ തന്നിരുന്ന നമ്മളിപ്പോൾ ₹10 കൊടുത്താൽ ₹1 ചില്ലറയ്ക്ക് പകരം തന്നിരുന്ന മിഠായി മെലഡി, ആ മെലഡിയാണ് മെലോണിക്ക് റോമിൽ വെച്ച് മോദി കൊടുത്തത്. ജോർജി മെലോണിയുടെ എക്സ് അക്കൗണ്ടിൽ കോടികൾ ആ ദൃശ്യങ്ങൾ കണ്ടു. മെലഡി തരംഗം ഏറ്റെടുത്ത് രാജ്യാന്തര മാധ്യമങ്ങളും രംഗത്ത് വന്നു. പാർലെ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് ഇതോടെ കോളടിച്ചത്. ഇവരുടെ വളരെ താന്നു കിടന്നിരുന്ന ഇവരുടെ ഓഹരി വില വല്ലാതെ ഉയർന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. ഓഹരി വിപണിയിലും ചൂടേറിയ ചർച്ചയായി. ഇന്ത്യയിലെ പ്രശസ്തമായ പാർലെ മെലഡി ചോക്ലേറ്റുകളാണ് മോദി ഇത്തവണ മെലാനിയയ്ക്ക് സമ്മാനമായി നൽകിയത്. സമ്മാനം കൈമാറുന്ന ദൃശ്യങ്ങൾ ഹ്രസ്വ വീഡിയോയായാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി തൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. നിമിഷനേരം കൊണ്ട് അത് ആഗോളതലത്തിൽ തരംഗമാവുകയും മറ്റും ചെയ്തു. മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 1980കളിലാണ് മെലഡി ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നത്. ഇറക്കുമതി ചെയ്ത ചോക്ലേറ്റുകളെക്കാൾ വില കുറഞ്ഞ മിഠായികളും പ്രാദേശിക പലഹാരങ്ങളുമായിരുന്നു ഇന്ത്യൻ ഉപഭോക്താക്കൾ കൂടുതൽ പരിചിതപ്പെട്ടത്. അതിനാൽ പാർലെ വളരെ വേഗം ശ്രദ്ധയോടെയാണ് മെലഡിയെ വിപണിയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ അത് പിന്നീട് പാർലെ ഇൻഡസ്ട്രീസായി മാറുന്നു, മറ്റൊരു കമ്പനിയായി മാറുന്നു. അതാണ് ഇപ്പോൾ മോദി സമ്മാനിക്കുകയും മറ്റും ചെയ്തത്. അതോടുകൂടി പാർലെ ഇൻഡസ്ട്രീസിൻ്റെ സമയം തെളിയുകയും മറ്റും ചെയ്തു. വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പാർലെ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഓഹരികൾക്ക് ഏതാണ്ട് 5% അത് 5 രൂപയിൽ നിന്ന് 4.84 രൂപയായി താഴ്ന്നിരുന്നു. പിന്നീട് അത് ഏതാണ്ട് 5% ഉയരുകയും അത് വാങ്ങിക്കൂട്ടാൻ ആളുകൾ ധൃതി പിടിക്കുകയും മറ്റും ചെയ്തു. അങ്ങനെ പാർലെ ഇൻഡസ്ട്രീസിനും ഇതുമായി ബന്ധപ്പെട്ട് കോളടിച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവ ഒരുമിച്ച് നടത്തിയാൽ ഏകദേശം 7 ലക്ഷം കോടി രൂപ ലാഭിക്കാനാകുമെന്നാണ് ഇപ്പോൾ BJP MP പറയുന്നത്.
ഇത് ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ വളർച്ചയിൽ 1.6% വരെ വർധന വരുത്താനും കഴിയുമെന്നാണ് BJP MP PP ചൗധരിയുടെ അവകാശവാദം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പരിശോധിക്കുന്ന 39 അംഗ പാർലമെന്ററി സംയുക്ത സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് JPCയുടെ അധ്യക്ഷൻ കൂടിയാണ് ഈ ചൗധരി. ചൗധരിയുടെ അഭിപ്രായം രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള 8 അംഗ ഉന്നതതല സമിതിയെ ഇത് പരിശോധിക്കാൻ മറ്റും നിയോഗിച്ചിരുന്നു. പിന്നീട് സമിതിയുടെ നിർദ്ദേശം പരിശോധിക്കാനായി JPC കൈമാറിയെന്നുമാണ് ചൗധരി പറയുന്നത്. ഏതായാലും നിർണായകമായ ചില പരാമർശങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. BJPയുടെ അഭിപ്രായമായി കൂടി ഇത് കാണുകയും വേണം. ഇത്ര അധികം കോടി രൂപ ലാഭിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് രാജ്യം ആ ഒരു വഴിയിലേക്ക് നീങ്ങിക്കൂടാ എന്നാണ് JPC അധ്യക്ഷൻ കൂടിയായ MP ചോദിക്കുന്നത്. രൺവീർ സിംഗ് നായകനായ ദുരന്തർ 2 എന്ന ചിത്രം ഇപ്പോൾ കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ പരസ്യമാക്കിയെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ പരാതിയായി എത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. ആദിത്യ ധർ സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിച്ചിരുന്നുവെങ്കിലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ളത്. സൈനിക നീക്കങ്ങളുടെ വിശദാംശങ്ങൾ സിനിമ വെളിപ്പെടുത്തിയോ എന്ന് പരിശോധിക്കാനാണ് കോടതി ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡൽഹി സ്വദേശിയായ ഹെഡ് കോൺസ്റ്റബിൾ കൂടിയായ ദീപക് കുമാർ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന വരുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ വാർഷികമൊക്കെ വരികയാണ്. തലസ്ഥാനത്ത് തന്നെ തുടരണം എന്ന മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു എന്നാണ് വിവരം. നിർണായക മന്ത്രിസഭായോഗം വൈകിട്ട് 4 മണിക്കാണ് ചേരുക. തൻ്റെ 5 ദിവസം നീണ്ട വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിന് ശേഷമാണ് മോദി ഇപ്പോൾ തലസ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ അടക്കം കാലാവധി അവസാനിക്കാൻ പോകുന്നു, രാജ്യസഭാ കാലാവധി. ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്ഥാനം തെറിച്ചേക്കാമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിമാരാകുമോ എന്നതും നിർണായകമായ ഒന്നാണ്. കാത്തിരുന്നു കാണണം. വൈകുന്നേരം 4 മണിക്ക് ശേഷം വിവരങ്ങൾ ലഭ്യമാകും. അതുമാത്രമല്ല, പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ പ്രതിസന്ധി, ഇന്ത്യയിലുണ്ടാകുന്ന ഓയിൽ ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനായി പ്രത്യേക സമിതി അടക്കം കേന്ദ്രം രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, പുനഃസംഘടന ഉണ്ടാകുമോ? എന്താണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? രഞ്ജിത്ത്, കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചേക്കും എന്ന അഭ്യൂഹങ്ങൾക്ക് ഇടെയാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൗൺസിൽ യോഗം ചേരാൻ പോകുന്നത്. അതായത് ക്യാബിനറ്റ് മന്ത്രിമാർ മാത്രമല്ല, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും സഹമന്ത്രിമാരും ഉൾപ്പെടെ മുഴുവൻ കേന്ദ്രമന്ത്രിമാരോടും രാജ്യതലസ്ഥാനത്ത് തുടരണം എന്ന നിർദ്ദേശം ആണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് നിലവിൽ ഈ മന്ത്രിസഭാ യോഗം ചേരാൻ പോകുന്നത്. ഡൽഹിയിലെ സേവാ തീർത്തിൽ ആണ് യോഗം ചേരുക എന്നതാണ്. നിർണായകമായ തീരുമാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച സാഹചര്യം തന്നെയാണ്. അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അടക്കം വിലയിരുത്തിക്കൊണ്ട് തുടർച്ചയായി രൂപയുടെ മൂല്യം ഇടിയുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കണം, കോവിഡിന് സമാനമാകുന്ന തരത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം, യാത്രകൾ ഒഴിവാക്കണം, പ്രാദേശിക വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നതെല്ലാം പ്രധാനമന്ത്രി ഒരു നിർദ്ദേശം എന്ന നിലയിൽ നൽകിയിരുന്നു. ഒരുപക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏകോപനം, ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം ഇന്ധനവില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെ, അതായത് നമുക്കറിയാം രാജ്യത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. ലോകത്ത് ആകമാനം ഇന്ധനവില വലിയ തോതിൽ വർദ്ധിപ്പിച്ചപ്പോൾ പോലും രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു വർധനവ് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ തുച്ഛമായ വർധനവ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രൂപയുടെ മൂല്യം ഇടിയുന്ന പശ്ചാത്തലത്തിലും ജനങ്ങളുടെ കയ്യിൽ പണം കൂടുതലായി എത്തിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ എന്നത് സംബന്ധിച്ചും നിർണായകമാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഉറ്റുനോക്കുന്നത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ രാജ്യസഭയിൽ നിന്ന് അടക്കമുള്ള MP-മാർ ഇപ്പോൾ മന്ത്രിസഭയിലുണ്ട്. ജോർജ് കുര്യൻ അടക്കമുള്ളവർ മന്ത്രിസഭയുടെ ഭാഗമാണ്. പക്ഷേ കാലാവധി കഴിയുന്ന പശ്ചാത്തലത്തിൽ ഇവർക്ക് വീണ്ടും രാജ്യസഭയിലേക്ക് ഇടം നൽകിയേക്കില്ല എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ പകരം മന്ത്രിമാർ ആരൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ച ആലോചനകൾ
നടക്കും. ഒപ്പം കേരളത്തിൽ നിന്ന് നമുക്കറിയാം CV ആനന്ദബോസ് ആയിരുന്നു പശ്ചിമ ബംഗാളിലെ ഗവർണർ. ഒരു ഘട്ടത്തിൽ CV ആനന്ദബോസ് മന്ത്രിസഭയുടെ ഭാഗമാകുമോ, രാജ്യസഭാ സീറ്റ് നൽകുമോ എന്ന ചർച്ചകളൊക്കെ സജീവമായിരുന്നു. കേരളത്തിൽ നിന്ന് നിലവിൽ 2 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. അതിലൊന്ന് സുരേഷ് ഗോപിയാണ്, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട MP ആണ്. മറ്റൊന്ന് ജോർജ് കുര്യനാണ്. കേരളത്തിന് ഇനിയും ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മലയാളിക്ക് മന്ത്രിസ്ഥാനം നൽകുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ? പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MLA-മാരെയൊക്കെ നൽകിയ ഒരു സമയം കൂടിയാണ്. കേരളത്തിന് പരിഗണന ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. സോഷ്യൽ മീഡിയയിൽ പുത്തൻ തലമുറക്കാരായ ജെൻസി പദാവലിയിലെ പൂക്കി ഇപ്പോൾ കേരള മുഖ്യമന്ത്രി VD സതീശന് കൂടി വിശേഷണമായിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാഹന മോഡിഫിക്കേഷനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ രസകരമായ മറുപടിയും ഭാവവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നത്. പൂക്കി മുഖ്യനെന്നും പൂക്കി സതീശൻ എന്നുമുള്ള ഹാഷ്ടാഗുകളോടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഈ വീഡിയോ ശ്രദ്ധ നേടുകയാണ്. ഡോക്ടർ ജോസഫ്, കൊച്ചി ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ജോസഫ് മുഖ്യമന്ത്രിയെ ഓഫീസിൽ സന്ദർശിച്ച് വീഡിയോ പൂക്കി CM-നൊപ്പം എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചതാണ് ഈ ട്രെൻഡിന് തുടക്കമിട്ടത്. തുടർന്ന് മിൽമ അടക്കമുള്ള പ്രമുഖ ബ്രാൻഡുകളും ഇത് ഏറ്റെടുത്തു. തരംഗമായ ആ കണ്ണിറുക്കലും ചിരിയും വലിയ തോതിൽ കണ്ടോൺമെന്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉയരം. ഇതിനിടയിലാണ് ഈ വാഹനപ്രേമികളായുള്ള ചെറുപ്പക്കാരുടെ ചോദ്യമെത്തിയത്. നേരത്തെയുള്ള ഗതാഗത മന്ത്രി ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകൾ പങ്കുവച്ചിരുന്നു. പക്ഷേ മുഖം കാണിച്ചുകൊണ്ട് കണ്ണിറക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സതീശൻ നൽകിയ മറുപടി വലിയ തോതിൽ ജെൻസി തലമുറ ഏറ്റെടുക്കുകയായിരുന്നു. പറഞ്ഞത് നടത്താനല്ലേ താൻ വന്നത് എന്നുള്ള അതിനുശേഷമുള്ള സതീശൻ്റെ ഡയലോഗും ഇപ്പോൾ വൈറലാണ്. ഈ പൂക്കി എന്ന തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭാവഭേദം സതീശനിൽ വരുത്തിച്ചത് ഒരു ചോദ്യമായിരുന്നു. അത് സാർ, വാഹനങ്ങളുടെ മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന ചോദ്യമാണ്. അപ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു ഭാവം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിലും മുഖത്തും മറ്റും വന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും, പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത് എന്ന മറുപടി വരികയും ചെയ്തു. ഇതിൻ്റെ കാരണക്കാരൻ മലപ്പുറം നിലമ്പൂർ അടക്കര സ്വദേശി ഫിജിൻ എന്ന യൂട്യൂബറാണ്. ഈ ഒറ്റ ചോദ്യം കൊണ്ട് ഫിജിൻ്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നു. ഈ ചോദ്യം ചോദിക്കാൻ മാത്രമാണ് താൻ തലസ്ഥാനം വരെ വന്നത് എന്ന് ഫിജിൻ പറയുകയും ചെയ്തു. കാരണം മോഡിഫൈ ചെയ്ത ബൈക്കുകൾ കാര്യമായി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ഫിജിൻ എന്നുള്ളതാണ്. 1 മിനിറ്റ് ദൃശ്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഫിജിൻ പങ്കുവച്ചപ്പോൾ ഏതാണ്ട് 130 ലക്ഷം കാഴ്ചക്കാരെയാണ് കിട്ടിയത്. 15 ലക്ഷം ലൈക്കും ഫിജിന് കിട്ടി. മറ്റൊന്നുമല്ല, ന്യൂജൻ പ്രയോഗമായ പൂക്കി മുഖ്യമന്ത്രി എന്ന പേര് സതീശന് ചാർത്തിക്കൊടുത്തതിലും ഫിജിന് വലിയ പങ്കുണ്ട്. ഇതിന് ഫിജിന് കിട്ടിയ പ്രതിഫലമെന്ന് പറയുന്നത് ഫിജിനെ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് സതീശനെ കാണാനായി ക്ഷണിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഫിജിൻ ഇവിടെ എത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും മറ്റും ചെയ്യും. അത് തനിക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയായി ഫിജിൻ ചിന്തിക്കുകയും ചെയ്യുന്നു. 2026 ഇതുവരെയുള്ള മലയാളം റിലീസുകളിൽ ഏറ്റവും മികച്ച പ്രീ ബുക്കിംഗ് കിട്ടിയ സിനിമയായി ദൃശ്യം മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പേട്രിയറ്റ് ആണ് ഇതിനു മുൻപ് ഒരു വലിയ പ്രീ ബുക്കിംഗ് കിട്ടിയ സിനിമ. പക്ഷേ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ ചിത്രം നേടിയ ഗ്രോസ് കളക്ഷൻ 29.1 കോടി രൂപ തുടക്കത്തിൽ എന്നുള്ളതാണ്. 29.1 കോടി രൂപ ഇതിനകം തന്നെ റിലീസ് ദിനത്തിൽ പേട്രിയറ്റിന് കിട്ടിയിരുന്നു. എന്നാൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ദൃശ്യം 3 മറികടന്നിരിക്കുന്നത് ഈ കണക്കാണ്. 30 കോടി ഇതിനകം കടന്നു കഴിഞ്ഞു എന്നാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഈ നേട്ടം ദൃശ്യം കൈവരിക്കുകയായിരുന്നു. ഇതോടെ 2026 മലയാളം റിലീസുകളിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് എന്ന നേട്ടം കൂടിയാണ് ദൃശ്യം 3 സ്വന്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, എക്കാലത്തെ ഏറ്റവും മികച്ച മോളിവുഡ് ഓപ്പണിംഗ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്തും ദൃശ്യം 3 എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെയാണ് ഇത് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് 35 കോടിയെങ്കിലും എത്തും എന്നാണ് ഇപ്പോൾ ഈ വാർത്ത പറയുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരോട് നൽകാനുള്ളത്. മലയാളത്തിൻ്റെ മോഹൻലാലിന് ഇന്ന് 66ാം പിറന്നാൾ. തിരനോട്ടത്തിൽ തുടങ്ങി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ തുടങ്ങിയ ആ യാത്ര ഇന്ന് ദൃശ്യം 3 റിലീസ് ദിനത്തിൽ എത്തി നിൽക്കുമ്പോഴും ഓരോ മലയാളിയുടെയും അഹങ്കാരമായ ലാലേട്ടൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എണ്ണി തുടങ്ങിയാൽ ഈ ദിവസം മതിയാകില്ല. There is only one Mohanlal that happens once in 100 years. മാധുരി ദീക്ഷിത് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യയിലെ ഓരോ സിനിമാ ഇൻഡസ്ട്രിയിൽ പോയി സർവേ എടുത്താൽ അറിയാം ആരാണ് അവർക്ക് മോഹൻലാൽ എന്ന്. അപ്പൊ പിന്നെ മലയാളികളോട് പ്രത്യേകം ചോദിക്കണം. ആ സിംഹാസനം തട്ടിയെടുക്കാൻ, ആ സിംഹാസനത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അടിക്കാനും എത്രയോ പേർ വന്നു. വന്നവരെല്ലാം കൊഴിഞ്ഞുപോയി. അടുപ്പിച്ചിട്ടില്ല മലയാളികൾ. കാരണം ആ സിംഹാസനത്തിന് ഒരേ ഒരു രാജാവേ ഉള്ളൂ, സാക്ഷാൽ മോഹൻലാൽ.
കമൽദളത്തിൽ ക്ലാസിക്കൽ ഡാൻസർ, വാനപ്രസ്ഥത്തിൽ കഥകളി ആചാര്യൻ, അഹമിൽ സിവിയർ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, തന്മാത്രയിൽ അൾഷിമേഴ്സ് രോഗി, വടക്കുംനാഥനിൽ ബൈപ്പോളാർ ഡിസോർഡർ, താളവട്ടത്തിൽ മനോരോഗി, പറഞ്ഞു തുടങ്ങിയാൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം സാക്ഷാൽ മോഹൻലാലിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച്. സതയം, ഭ്രമരം, താഴ്വാരം, ഒപ്പം, സ്പിരിറ്റ്, നേര്, ദൃശ്യം, സ്ഫടികം, ഹിസൈനസ് അബ്ദുള്ള, ഭരതം, ദേവാസുരം, അദ്വൈതം, തുടരും, ലൂസിഫർ, മിന്നാരം, ചിത്രം. ഒരു സർവകലാശാല തന്നെയല്ലേ ലാലേട്ടൻ? ജെൻസി വരും, ജെൻ ആൽഫ വരും, പുതിയ സിനിമകൾ വരും, പുതിയ കാലമാണ്, പുതിയ സബ്ജക്ട്സ് വരണം എന്നെല്ലാം തിരക്കഥാകൃത്തുക്കളും സംവിധായകരും വാശി പിടിക്കും. പക്ഷേ പുതിയതായി അവർക്ക് ഒന്നു മാത്രം വേണ്ട, അവരുടെ സിനിമയിലെ നടനെ. അതിന് അവർക്ക് 46 വർഷം പഴക്കമുള്ള നടനെ മതി. പേര് മോഹൻലാൽ. ഇന്നും വരിയായി പിന്നാലെ നിൽക്കും ജൽസി സംവിധായകരും അത്രയും എക്സ്പീരിയൻസ് നിറഞ്ഞ സംവിധായകരും. ആഗ്രഹം ലാലേട്ടന്റെ ഡേറ്റ് പോലുമല്ല, എങ്ങനെയെങ്കിലും മോഹൻലാലിന്റെ മുന്നിൽ കഥ പറയാനായി ഒരു അവസരത്തിന് വേണ്ടിയാണ്. ഡേറ്റ് കൂടി കിട്ടിയാൽ പിന്നെ നോക്കണ്ട, ആ സംവിധായകൻ പിന്നീട് ഒരു ബ്രാൻഡായി മാറും. അതാണ് മോഹൻലാൽ. അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളില്ല ഭായ്. ഇന്നും മോഹൻലാലിന്റെ അഭിനയത്തെ അളക്കുന്നവരുണ്ട്. അവർ അളക്കുന്ന അളവുകോലിനപ്പുറം പോയാൽ അവർക്കും അളക്കാൻ കഴിയില്ലല്ലോ. ആ യാഥാർത്ഥ്യം അളക്കുന്നവർ മനസ്സിലാക്കിയാൽ നല്ലത്. അയാളുടെ ഒരു 10 പടം അടുപ്പിച്ച് പരാജയപ്പെട്ടാലും, ഇനി ചെയ്യുന്ന ഒരു സിനിമ ഹിറ്റായില്ലെങ്കിലും ശരി, അയാളുടെ സിംഹാസനം മോഹിക്കാൻ പോയിട്ട് തൊടാൻ പോലും കഴിയില്ലെന്ന് ഇന്നത്തെ യുവതാരങ്ങൾക്ക് ഉൾപ്പെടെ അറിയാം. മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളിൽ വന്ന് തല കാണിച്ചാൽ മതി, സിനിമയുടെ ബിസിനസ് നടക്കുമെന്നുള്ള പരസ്യമായ രഹസ്യം മറ്റൊരു വശത്തുമുണ്ട്. ലാലേട്ട, പല ഇൻഡസ്ട്രികൾ വിളിക്കും ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾക്കായി. ഞങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ ഒരു ആരാധകൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18.